ായി പോയാൽ ആരറിയാൻ ഒരു 100 കിളികളിൻ കൂട്ടത്തിൽ ഒരു ചിറകിൻ വേദന ആരറിയാൻ 100 പൂക്കളിൻ തോട്ടത്തിൽ ഒരു കളയിൽ കഥയത് ആർ പറയാൻ ജീവിതം എന്നോരോട്ടത്തിൽ ഇല്ലല്ലോ ഈ വള്ളം മണയുമോ ഉറപ്പില്ലല്ലോ കടലെല്ലാം തന്നാലും ചില വല്ലാത്ത മനുഷ്യർക്ക് എല്ലാം എല്ലാം എന്ന നിലപ്പാണല്ലോ പിറന്നോരേ വിശപ്പറിയാതെ അലഞ്ഞോരേ പിണമില്ല കല്ലറകൾക്ക് കണ്ണനെ പറ്റി എന്താ വേട്ടനെ കിട്ടിയോ കിട്ടു സൂപ്പർ കിട്ടിയോ കിട്ടിയില്ലേ പരിപാടി വൈബായില്ലേ സെറ്റാക്കാം കേട്ടോ ബാക്കിയുള്ളവരെവിടെ ഹായ് ഫ്രണ്ട്സ് MSMPT ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വേടം പെഞ്ഞമന്നൊക്കെ വന്ന വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണാനും സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോക്ക് കിടക്കാൻ പോകുന്ന മുമ്പ് നമ്മൾ വേടൻ്റെ ഇനി നല്ല കിടിലം പെർഫോമൻസിലെ പാട്ടും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ വേദി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ വീഡിയോക്ക് കിടക്കാൻ പോകും കേട്ടോ. ഓക്കെ നോക്കാം അത് നിങ്ങൾ സംസാരിക്കാൻ പോയിട്ട് അവിടെ ഉണ്ടാവും. അവിടെ ജോൺ ചേട്ടനൊക്കെ ഉണ്ട് ഫ്രണ്ടില്. ജോൺ ചേട്ടനൊക്കെ ഫ്രണ്ടിൽ അവിടെ സംസാരിച്ചാൽ മതി. അവിടെ ഉണ്ട് ആൾക്കാര്. അങ്ങനെ വീഡിയോ ഇല്ലാത്തവരൊക്കെ ഇറങ്ങേണ്ടി വരും. നിങ്ങളൊന്ന് ചെല്ലി പോയി ക്ലിയർ ചെയ്തേ. അങ്ങനെ നമ്മുടെ വേടൻ്റെ എൻഡ് കണ്ടോ ഈ വരുന്ന വേടൻ നമ്മുടെ മലപ്പുറത്തിന് വന്നതിൽ ആദ്യമായി പാട്ട് പാടാൻ വേണ്ടി നമ്മൾ പെണ്ണമണ്ണിലേക്ക് വന്ന നിമിഷത്ത് അതിൻ്റെ എൻഡ് കണ്ടോ ഈ കാണും. ഇനി വേടൻ കണ്ട് സംസാരിക്കും. എന്താണ് വിശേഷങ്ങൾ? സുഖം എല്ലാവർക്കും? Thank you so much for the crowd. ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല സമാധാനമുണ്ട്. നല്ല സമാധാനത്തിലല്ലേ? നമ്മുടെ കുറച്ച് മെലഡീസ് ഒക്കെ ഉണ്ട്. കുറച്ച് മെലഡീസ് കേട്ട് പോവാൻ നമുക്ക്. ഒരുപാട് പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കുറെ ആൾക്കാരുണ്ട്. കാണാനൊക്കെ ഉണ്ട്. കുറെ ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് പരിചയപ്പെടാട്ടോ. അങ്ങനെ മലപ്പുറത്തുനിന്ന് വന്നൊരു വേടൻ്റെ ആദ്യ പാട്ടാണ് കേട്ടോ. അതാണ് ഈ കാണുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഫസ്റ്റ് പാട്ട് വേട ഇന്ന് കാണാൻ നല്ല അടിപൊളിയായി ആയതയ്ക്ക് വേണ്ടി പാടാൻ കേട്ടോ. ആയതകരാണെങ്കിൽ കാഴ്ചക്കാരെങ്കിൽ നേരിട്ട് കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന നിൽപ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ ആരാധകരുടെ വിളയാട്ടം കേട്ടോ. ഇനി കാണാൻ വേണ്ടി ഇതാണ് ആരാധകർ ഇഷ്ടം പോലെ ഉണ്ട്. പല വഴിക്കും ചുറ്റിനും എന്താ വേടൻ്റെ ഓരോ പാട്ടിന് വേണ്ടി കാത് കോർത്ത് നിൽക്കാനുണ്ട് ആരാധകർ മൊത്തത്തിൽ. പെഞ്ഞമണ്ണൻ തന്നെ കേട്ടോ. ഇവനാണെങ്കിൽ വേടനെ ഒരുപാട് നേരമായി വിളിക്കാൻ. വേടനെ എനിക്ക് കേൾക്കണില്ല. ഏതായാലും അവസാനം എനിക്ക് കൈ കൊടുക്കുന്ന രംഗമുണ്ടോ. അത് നമുക്ക് ലാസ്റ്റ് കാണാം. പാട്ടൊക്കെ തുടങ്ങി 2 പാട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ 3ാമത്തെ പാട്ട് വേടം കാണികളുടെ ഇടയിലേക്ക് ചാടിട്ടോ. ഇനി കാണികളുടെ ഇടയിലെ പാട്ടാണ്. ഏതായാലും നല്ല അടിപൊളി പാട്ടൊക്കെ പാടി കാണികളുടെ ഇടയിലേക്ക് നടക്കണ്ടോ. അതിൻ്റെ ഈ ബോഡി ഗ്യാസാണെങ്കിലോ ഫുള്ള് നമുക്ക് വേടൻ്റെ അടുത്തേക്ക് എത്താനേ കഴിപ്പിച്ചാത്ത രൂപത്തിൽ ബോഡി ഗ്യാസ് വേടനെ കഴിച്ചു കേട്ടോ. കാരണം നമ്മൾ മുമ്പിൽ വേടം പോയാൽ കടിച്ചെടുക്കാനും ബോഡി ഗ്യാസ് സമ്മതിച്ചു കേട്ടോ. അത്രയും വലിയ റിസ്ക്കിലൂടെയാണ് നമ്മളേതായാലും വീഡിയോ എടുത്തിട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ബോഡി ഗ്യാസ് ഇതാക്കാണ്. പിന്നെ ഏതായാലും വേടം നമ്മളെ മുന്നിൽ പോയിട്ടുണ്ട് വെച്ചാൽ അപ്പോഴത്തേക്ക് ഈ ബോഡി ഗ്യാസ് തടഞ്ഞു കേട്ടോ. നമ്മളെ അതൊന്നും ഇതാക്കാൻ പറ്റിയില്ല. ഏതായാലും പിന്നെ വേടം പിന്നെ നേരെ സ്റ്റേജിലേക്ക് അങ്ങനെ കയറ്റി. ഇത് കഴിഞ്ഞ കടലമ്മ പോടാ. ഇത് കഴിഞ്ഞ് പോകാൻ കടലമ്മ ആരെങ്ങനെ വിളിക്കണ്ടായിരുന്നേ? ഞാൻ ഈ കവിത കേട്ടോ കൂട്ടാ മക്കളെ. ഈ കവിത കേട്ടോക്ക്. കോൺക്രീറ്റ് വനത്തിനോരത്തില്
ഷർട്ടൊക്കെ ഊരിക്കല്ലേ വേടൻ്റെ ആദ്യത്തെ പാട്ട് കേട്ടോ. കാരണം ഷർട്ട് ഊരിയാൽ വേടനെ പവർ കിട്ടുള്ളൂ. പവർ കിട്ടാൻ വേണ്ടി ഷർട്ട് ഊരിക്കാൽ വേടൻ്റെ വേറെ പാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പാട്ടിലാണ് നമ്മൾ തോക്കും റിസീവ് വന്ന് കിട്ടോ. തോക്കും കൊണ്ട് നല്ല ചാട്ടം ചാടിക പൂത്തി പോലെ എന്തൊക്കെയോ കത്തിച്ചിട്ടുണ്ടോ. കല്ലറകൾക്ക് കണക്കില്ലല്ലോ, ഈ വള്ളം മണയുമോ ഉറപ്പില്ലല്ലോ. കടലെല്ലാം തന്നാലും ചിലവല്ലാത്ത മനുഷ്യർക്ക് എല്ലാം എല്ലാം എന്ന നിലപ്പാണല്ലോ. പിന്നെ ഏതായി വേടനെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടായ ആ പാട്ട് വേടൻ ശരി അവതരിപ്പിച്ചിട്ടോ. ഏതായാലും കാണിക്കുകയാണെങ്കിൽ ആവേശം കൊണ്ട് തുള്ളിച്ചാടണ്ട ആ പാട്ടൊക്കെ കേട്ടിട്ട്. പിന്നെ ഏതായി ആ പാട്ടിൻ്റെ അവതരണം ഇത്ര ഭാരം ഭാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം, ആരാലും കഴിയുമോ നിനക്ക് നീതാൻ പകരം, നിന്റെ ഹൃദയത്തിലോ ഇത്ര കടലാഴം, ഈ കൊച്ചു മനസ്സിലോ ഇത്ര ഭാരം ഭാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം, ആരാലും കഴിയുമോ നിനക്ക് നീതാൻ പകരം. ആകാശത്തൊരു താരകമില്ലാതായി പോയാൽ ആരറിയാൻ, ഒരു 100 കിളികളിൻ കൂട്ടത്തിൽ ഒരു ചിറകിൻ വേദന ആരറിയാൻ, 100 പൂക്കളിൻ തോട്ടത്തിൽ ഒരു കളയിൽ കഥയത് ആർ പറയാൻ, ജീവിതം എന്നോരോട്ടത്തിൽ വീണുപോയവരെ ആരും നിൽക്കാൻ. എല്ലാവരും ശരിടാ ശരിടാ എല്ലാവരും എനിക്കറിയണ. ഞാനൊരു ബുക്ക് പാടി തന്നെ എനിക്ക് പാടി തരുമോ തിരിച്ച്? അതിൻ്റെ ഇടയിലാണ് നമ്മൾ വേടനെ കാണാൻ വേണ്ടി വേടൻ്റെ ഫാൻ പോയി സ്റ്റേജിലേക്ക് വന്നു കേട്ടോ. വന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പ്രശ്നം ഉണ്ടാക്കിയാൽ പോയിട്ട് വേടൻ്റെ കൗട്ടിലൊക്കെ പിടിച്ച് 2 മുറിവൊക്കെ ഉണ്ടാക്കി ചെക്കനെ ബോഡി ഗ്യാസും ഇവിടെയൊക്കെ ഒറ്റ കൊണ്ടുപോയിട്ട്. കാരണം സംഭവം വെച്ചാൽ ബോഡി ഗ്യാസ് അവനെ വലിച്ചപ്പോൾ വേടൻ്റെ കൗറ്റിൻ്റെ കജ്ജ് കുടുങ്ങിയതാണ്. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയാണ്. പിന്നെ വേടനല്ല വേറെ പാട്ട് വേണ്ട, അപ്പോൾ വേണ്ട കജ്ജിൻ്റെ സംഭവം ഉണ്ടോ. എന്നോട് സ്നേഹം കൊണ്ടാന്ന് മനസ്സിലാക്കുക. നീ എന്റെ കഴുത്തൊക്കെ പിടിച്ച് മാന്തണം എന്തിനാണ് അതിന്? നീ നാളെ തൊട്ട് നീ ഫ്ലോർ ചെയ്യുമ്പോ നഖം വെട്ടിട്ട് വന്നോളൂ. കഴുത്തിൽ പിടിച്ചൊരു മാന്ത വരും. ഒരു പ്രേമ പാട്ട് പാടല്ലേ? അല്ലേ? ഒരു പ്രേമ പാട്ട് പാട്ടേ. അൺറിലീസ്ഡ് മോണലോവ എന്നാണ് ഇതിന്റെ പേര്. മോണലോവ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? മോണലോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്താണ് പറയാ, അലൈവായിട്ടിരിക്കുന്ന ഒരു എന്താണ് അതിനെ പറയാ, അഗ്നിപർവ്വതമാണ്. അഗ്നിപർവ്വതത്തിന് ഇംഗ്ലീഷ് എന്താ പറയാ? വോൾക്കാനോ. ആടാ ഇവന് നിനക്ക് എന്താണ് പ്രശ്നം? കണ്ട എന്താ പ്രശ്നം നിന്റെ? കുറെ നേരമായല്ലോ. എന്താ പ്രശ്നം നിന്റെ? എന്താണ്? അങ്ങനെ പിന്നെ നടക്കാൻ വയ്ക്കാത്തവരെ നല്ല അടിപൊളി ഡാൻസ് കേട്ടോ. ഓരോ ഡാൻസ് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല ഒടുങ്ങുകില്ല, ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകയില്ല, തല നരച്ച പോതിലും മനമതിലൊരു നരയതില്ല, നെയ് തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ലവ. രാഷ്ട്രീയം പറയരുത് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ രാഷ്ട്രീയം പാടിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയിലാണ് നമ്മൾ വേടൻ്റെ പരിപാടി. ഒരു കുട്ടിക്ക് ചെറിയ ശ്വാസം കിട്ടാതെ ബോഡി ഗ്യാസ് തൊള്ളിയിട്ട് കൊണ്ടുപോകുന്ന രംഗണ്ട കാണുന്നത്. ഏതായാലും എത്ര പെട്ടെന്ന് ആംബുലൻസിലേക്ക് കയറ്റിട്ടോ. കാരണം ആംബുലൻസിൻ്റെ എല്ലാ സുരക്ഷ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ആംബുലൻസിന് ഉണ്ടോ. കാരണം ഏറ്റവും മുന്നിലായതുകൊണ്ട് ശ്വാസം മുട്ടിലാണ്. കാരണം പാട്ടിൻ്റെ അലർച്ചി മൊത്തത്തിൽ ഒരു വൈബായോണ്ട് കേട്ടോ. അപ്പോൾ ആ കാഴ്ച ഉണ്ട് ഈ കാണുന്നത്. വളരെയധികം സങ്കടമായി ആ കുട്ടീന്. ഏതായാലും കുഴപ്പമുണ്ട്. പിന്നെ ആ കുട്ടി ഓക്കെ ആയിക്കണ് എന്ന് അറിയാൻ കഴിഞ്ഞു കേട്ടോ. ഏതായാലും കുറച്ചൊക്കെ പിന്നെ ടോള് പിന്നെ പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ചെക്കന്മാരുടെ ഡാൻസ് ഉണ്ടോ.
നടക്കുന്നത്. ഓരോ ഡാൻസും പിന്നെ ചെറിയ അവിടെ ചെറിയ കച്ചറി അതും കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വേദിൻ്റെ സൈഡ് ഭാഗത്ത് വളണ്ടിയേഴ്സും ഉണ്ട്, മൊത്തത്തിലെല്ലാവരും ഉണ്ടോ. ഏതായാലും ഒരു അമ്മയും ഒരു മകളും വേടൻ്റെ പാട്ട് നല്ല ഉസാറായി ആസ്വദിച്ചു കൊണ്ടിരിക്കട്ടെ. പൊളി പാട്ട് പൊളിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞോ. പിന്നെ ഏതായാലും നമ്മൾ വേടൻ്റെ ലാസ്റ്റ് പാട്ടുണ്ടോ. അങ്ങനെ ആദ്യം മനസ്സ് കീഴടക്കാൻ വേണ്ടി ലാസ്റ്റ് പാട്ട് എൻ്റെ പാടും. ലാസ്റ്റ് പാട്ടിലെങ്കിൽ കുറച്ച് അലങ്കാരങ്ങളും സോങ്ങടി സെറ്റുണ്ടോ. പിന്നെ എന്തായി പാട്ടുണ്ടായി നമ്മൾ സ്മൂത്ത് ചെയ്യാൻ കാരണം കോപ്പി വെച്ച് കിട്ടാക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ഇതിൻ്റെ ഫുള്ള് ഇതുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ബാക്കിയേക്ക് കിടക്കാം. അപ്പൊ താങ്ക് യു സോ മച്ച് പെരുന്തൽമണ്ണ. ഇതിനൊക്കെ വലിയ ഷോക്ക് ഇതിനേക്കാൾ കൂടുതൽ പാട്ടുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമുക്ക് എന്തൊക്കെ സാധനങ്ങളൊക്കെ തരുന്നിട്ട് വരും, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോണല്ലോ. മക്കളെ എനിക്ക് എന്താണ് തരാളെ? പെരുന്തൽമണ്ണ ഇങ്ങനെ നിന്ന് കത്തായിരുന്നു അല്ലേ? അപ്പൊ പെരുന്തൽമണ്ണക്കാരുടെ മുഴുവൻ സ്നേഹവും ഒരു മെമന്റോ രൂപത്തിൽ നമ്മൾ അതിനെ കൊടുക്കാൻ പോകും. നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള വിഷമം മാത്രമാണ്. അപ്പോ മനസ്സ് നിറഞ്ഞ ഉള്ള നിറഞ്ഞ കൈയടി കൊടുത്തോണ്ട് ഒരു അസാധ്യ കൈയടി പെരുന്തൽമണ്ണക്കാരുടെ ഹൃദയം കൊടുത്തോണ്ട് വേണ്ട വേണ്ടി ഒരു സ്നേഹോപഹാരം മെമന്റോ രൂപത്തിൽ നമ്മൾ കൊടുക്കാൻ പോവാണ്. Everybody please put your hands together. Yes. മൂച്ചേറിയ വാക്കുകൾ പറഞ്ഞു പാടിയും ഒക്കെ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേടൻ ഇനിയും ഒരുപാട് വളരാനായിട്ടുണ്ട്, ഒരുപാട് മുന്നോട്ട് പോകാനായിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. ഓൾറൈറ്റ്, പെരുന്തൽമണ്ണയുടെ സ്നേഹം ഒരു മെമന്റോ രൂപത്തിൽ അദ്ദേഹത്തിന് വേണ്ടി സമ്മാനിച്ചിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഋഷിയെയും കൂടെ തന്നെ ഗബ്രിയെയും നമ്മൾ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഏറ്റവും ആദരണീയനായിട്ടുള്ള പി ഷാജി സാർ, പെരിന്തൽമണ്ണയുടെ മുനിസിപ്പൽ ചെയർമാൻ ഷാജി സാറിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു. ഏറെ സ്നേഹത്തോടുകൂടി നമ്മൾ കൊടുക്കുന്ന സ്നേഹ സമ്മാനമാണ്. കൂടെ പിറക്കാത്ത പിറന്നവർ നമ്മൾ എല്ലാവരും ചേർന്നുകൊണ്ട് We love you, Vedan. പിറക്കാതെ പിറന്ന നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. All the very best. എല്ലാവിധ ബ്ലെസ്സിങ്സും എല്ലാവിധ സ്നേഹവും അറിയിക്കുകയാണ്. പെരിന്തൽമണ്ണയുടെ എല്ലാവിധ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി ഏറ്റവും പ്രിയപ്പെട്ട വേടനോട് അറിയിക്കുകയാണ്. ഗബ്രി ആൻഡ് ഋഷി എല്ലാവരും എൻറ്റയർ ക്രൂ മനസ്സ് നിറഞ്ഞ ഉള്ളിൽ നിറഞ്ഞ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിക്കുക. കൂടെ തന്നെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നിയമപാലകരോടും മനസ്സ് നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു. കൂടെ തന്നെ എല്ലാ ജനപ്രതിനിധികളും കൂടെ തന്നെ മാനവ് കൺസേണിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഇതിന്റെ ഹൃദയം ആത്മാവായിട്ട് നടക്കുന്നുണ്ടായിരുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. അവരോടൊക്കെ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുക. നമുക്കെല്ലാവർക്കും കാണാൻ പറ്റുമോ? ഒന്ന് കാണാൻ പറ്റുമോ പ്ലീസ്? വേണ്ട ഒരു സ്നേഹ സമ്മാനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. യെസ്, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങള് ഈ സമ്മാനം തരുന്നത് ആരാണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഇത് VM സാദിഖ് അലി മാഷാണ്. മാഷ് ഫോട്ടോഗ്രാഫറാണ്, നാച്ചുറലിസ്റ്റ് ആണ്. ബാക്കിയുള്ള എന്താണെന്ന് മാഷ് തന്നെ പറയും. മാഷെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു മക്കൾ. പെരിന്തൽമണ്ണയുടെ പരിസ്ഥിതി സൗഹാർദ്ദ പെരുന്നാളാക്കാൻ സഹായിച്ച ആളുകളാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നതിലും. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, വേടന്റെ ഓരോ വാക്കുകളും ദീർഘമായിട്ട് പൊളിറ്റിക്സുകളൊക്കെ നിർമ്മിക്കുന്ന വാക്കുകളാണ്. നമ്മുടെ കാര്യം കൊണ്ട്, നമ്മളെ കാരണം കൊണ്ട് എന്ത് ചെയ്യരുത്, ഒരു സ്ഥലത്തും മലിനമാവരുത്. പെരിയാറിന്റെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓരോ സ്ഥലവും പെരിയാറാവരുത്. കേരളത്തിൽ നമ്മളൊക്കെ കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ കോളി ബാക്ടീരിയ നിറഞ്ഞ വെള്ളമാണ്, കക്കൂസ് മാലിന്യങ്ങൾ നിറഞ്ഞ വെള്ളമാണ്. നമ്മളൊക്കെ കുടിവെള്ളം എന്ന് പറയുന്നത് നമ്മൾ കാരണമാണ്.
വെള്ളം മലിനമാക്കുന്നത് എന്നുള്ള ചിന്തിക്കുക. ഇത്ര വലിയ ഒരു വേദിയിൽ വേടനെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നത്, കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. മക്കളെ പോയിട്ട് താങ്ക് യു സോ മച്ച്. എന്റെ സുഹൃത്തും കൂടെ വന്നിട്ടുണ്ട്, റാഷിദ്. നിങ്ങൾ അറിയണ്ടായിരിക്കും. റാഷിദ് പരിചയപ്പെടുത്തുന്ന കാര്യം നമ്മുടെ സമൂഹത്തിന് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള 2 ആൾക്കാരാണ് അവര്. അപ്പൊ ഇവരറിഞ്ഞിരിക്കുക മക്കളെ, നമ്മളെല്ലാവരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Once again, thank you so much. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം, ഒരു കാറിന്റെ കീ വീട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ദയവായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഒരിക്കൽ കൂടി പെരിന്തൽമണ്ണക്കാരുടെ മനസ്സ് നിറഞ്ഞ ഉള്ളിൽ നിറഞ്ഞ നന്ദി സ്നേഹം അറിയിക്കുകയാണ്. Yes, this is Medallion Sponsor in collaboration with Nanma Charitable Trust presents Marat Concert powered by Marat's Gold Diamonds. Anniversary BIS Hallmark 9 Gold Diamonds. പെരിന്തൽമണ്ണക്കാരുടെ കൂടെ വളർന്നുകൊണ്ടിരിക്കുന്നു. Media partner, Reporter TV, associate sponsor, Ed Roots, Expert International Solutions, Evoca Fashion Store, Great Table Restaurant, Trend Factory, Vision School of Aviation, and our social media partner, Charles Peruthana, and branding and marketing partner, Dan Concert. സമാധാനായിട്ട് ഈ തിരക്കിനെല്ലാം ഇങ്ങനെ പറ്റിയെന്താ വേടനെ കിട്ടിയോ? കിട്ടു. സൂപ്പർ. കിട്ടിയോ? കിട്ടിയില്ലേ? പരിപാടി വൈബായില്ലേ? സെറ്റാക്കാം കേട്ടോ. ബാക്കിയുള്ളവരെവിടെ കിട്ടിയില്ലേ? വോട്ടെടുക്കാം സെറ്റല്ലേ? അവിടല്ലേ വേടനെ കിട്ടിയില്ലേ? സെറ്റല്ലേ? വേടനെ കിട്ടി. ഫോട്ടോ എടുക്കാൻ കിട്ടി. കിട്ടിയില്ലേ? വോട്ടെടുക്കാം അവിടല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ പാർട്ട് 2 വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേഗം പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി ഉടനെ കാണണ്ട. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്ര ഈ വീഡിയോ നമ്മൾ എടുത്തത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം.